എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ പെരിന്തൽമണ്ണ കേട്ടോ, നമ്മുടെ അങ്ങാടിപ്പുറം സ്റ്റുഡിയോൻ്റെ അവിടെയാണ്. ഒരുപാട് പേര് നമ്മുടെ വീഡിയോയിൽ ഒക്കെ കമൻ്റായിട്ടും മെസ്സേജായിട്ട് അയച്ചിരുന്നത് കൊടികുത്തിമലയിലൊന്ന് പോകാൻ. പെരിന്തൽമണ്ണ ഉള്ളവർക്കൊക്കെ അറിയാവുന്ന സ്ഥലമാണ് കൊടികുത്തിമല. കൊടികുത്തിമല എന്താ പോകാത്തതെന്ന് വെച്ചാൽ മെയിൻ സ്ഥലം എന്ന് പറയുന്നത് ഫോറസ്റ്റിൻ്റെ പ്ലേസാണ്. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ പോകാത്തത്. അപ്പോൾ ഇന്ന് നമ്മൾ കൊടികുത്തിലെ ബാക്ക് സൈഡ് വേറെ കുറേ ഏരിയ ഉണ്ട്, പ്രൈവറ്റ് ആയിട്ടുള്ള സ്ഥലങ്ങൾ. അവിടെ എവിടെയെങ്കിലും പോയിട്ട് നമ്മൾ ഇന്ന് നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണ്, നല്ല സൺസെറ്റൊക്കെ കാണാൻ പറ്റുമായിരിക്കും. അപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട് ഇവിടെ ഉള്ള, പെരിന്തൽമണ്ണ തന്നെ ഉള്ളതാണ്. അപ്പോൾ ഇപ്പം നമ്മളെ എവിടെയെങ്കിലും കൊടികുത്തിമലൻ്റെ പ്രൈവറ്റ് ആയിട്ടുള്ള ഫോറസ്റ്റ് അല്ലാത്ത സ്ഥലത്ത് എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് നമുക്ക് ഇന്നത്തെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇത് കൊടികുത്തിമലയിലേക്ക് ഓഫ് റോഡായിട്ട് കയറുന്ന ഒരു വഴിയാണ്. അതേ അവന് വഴി അറിയാമെന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവന്ന് ഇവിടെ എത്തിയപ്പോൾ കൺഫ്യൂഷനായി. താഴേക്കൊരു വഴി പോകുന്നുണ്ട്. നമ്മളിപ്പോൾ വരുന്ന വഴിക്കൊക്കെ അത്യാവശ്യം നല്ല റോഡ് പൊളിഞ്ഞു കിടക്കുന്ന വഴിയായിരുന്നു. ഇതിലാണ് ഇപ്പോൾ ഒരു ജീപ്പൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ട്. ഇവിടെയൊക്കെ പ്രൈവറ്റ് ഭൂമികളാണ്, കൃഷി സ്ഥലങ്ങളാണ്. ഇതിപ്പോൾ നമ്മൾ കൊടികുത്തിമലേൻ്റെ എവിടെയോ എത്തിയിട്ടുണ്ട്. ഈ ഭാഗത്ത് മൊത്തം മലയാണ്. എന്തായാലും നമുക്ക് കയറി നോക്കാം. നല്ല അടിപൊളി കാഴ്ചയായിരിക്കുന്നു, നല്ല രീതിയിൽ സൺസെറ്റൊക്കെ കാണാൻ പറ്റുമായിരിക്കും. ഞാൻ ഇതുവരെ ഇതിലെ കൊടികുത്തിമല കയറിയിട്ടില്ല. എന്തായാലും പെരിന്തൽമണ്ണക്കാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊക്കെ ഇതിലെ കയറിയിട്ടുണ്ടോ? എന്താ അവസ്ഥ? ഏത് മേലക്കോ? വണ്ടി പോവും. എൻ്റെ വണ്ടിക്ക് കഴിഞ്ഞൊരു 1.5 മാസമായിട്ട് കട്ട പണിയാണ് ഓഫ് റോഡിങ്. ഞാൻ കയറണോ? ആ കല്ല് കഴിയിട്ട് അങ്ങനെ കൊണ്ടുപോവാ ബെസ്റ്റ്. പക്ഷെ രണ്ടാളും കൂടെ എണ്ണീറ്റ് നിന്നാലോ? നമുക്കെന്തായാലും സൺസെറ്റിന് മുമ്പ് മുകളിൽ എത്തണം. പോയി നോക്കട്ടെ. ആ ഭാഗത്താണ് സൺസെറ്റ്. നമുക്ക് കാണിച്ചു തരാന്നൊക്കെ പറഞ്ഞാ കൊണ്ടുപോകുന്നത്. ഇവൻ ഇടയ്ക്കിടയ്ക്ക് പോകുന്നതാണ് ഇതിലെ. ഓ ഗോഡ്, ഞാൻ ഇറങ്ങട്ടെ? ഇറങ്ങണം. നിക്ക് 2 വിഷ്വൽ എടുക്കട്ടെ. ഇത് കണ്ടോ, ഇവിടെ മൊത്തം ചെളിയാട്ടെ. ഇവിടെ ഇപ്പോൾ 2-3 ദിവസമായിട്ട് മഴയില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ. ഇല്ലെങ്കിൽ നമ്മുടെ വണ്ടി കൊണ്ടൊന്നും ഇതിലെ വരാൻ പറ്റത്തില്ല. നീ എന്താ തള്ളാൻ പോവാണോ? അതില്ല, എൻ്റെ ബാക്കിലത്തെ ടയർ ഏകദേശം മുട്ടയാണ്. പുതിയ ഡിയോ ഞാൻ വാങ്ങിച്ചത് ഇപ്പോൾ 8000 കിലോമീറ്റർ കഴിഞ്ഞ്. അതാ പോകുന്ന കണ്ടോ? മറക്കണല്ലേ? ോട്ടൊരു വ്യൂ കണ്ടോ? അടിപൊളി. കുറച്ചുകൂടെ നമുക്ക് ഇവിടെ വ്യൂ പോയിന്റ് ഉണ്ടോ? ഈ ഒരു സൈഡ് അടിപൊളിയാട്ടോ. നമുക്ക് എവിടെയെങ്കിലും ഒരു വ്യൂ പോയിന്റിൽ നിർത്തിയിട്ട് കാഴ്ചകൾ കാണിച്ചു തരാം. കുറച്ചുകൂടെ. അപ്പോൾ നമ്മൾ ഈ സൈഡിൽ നിന്നാണ് കയറി വന്നത്. ഇത് വന്ന വഴിയാണ്. ഇവിടെ ഫുള്ള് കൃഷി അങ്ങനത്തെ ഏരിയ ആണ്. ഇത് മേലൊക്കെ ഒരു വഴിയുണ്ട്. ഇതിലേ പോയാൽ ഇനിയും മുകളിൽ നല്ല സ്പോട്ടുകളൊക്കെ ഉണ്ട്. അതൊക്കെയാണ് മെയിൻ ഫോറസ്റ്റിൻ്റെ സ്ഥലങ്ങളാണ്. കൊടികുത്തിമലേൻ്റെ ഫോറസ്റ്റിൻ്റെ സ്ഥലങ്ങളാണ് ആ മലയൊക്കെ. അവിടെയാണ് സൺ സെറ്റ് അവിടെ ഉണ്ട്. അതുപോലെ ഇവൻ വണ്ടി കൊണ്ട് ഇങ്ങോട്ട് ഇറക്കാൻ പോവാണ്. ഈ താഴെ അവിടെ അങ്ങ് നോക്കി അവിടെ ഒരു വ്യൂ പോയിന്റ് കാണാം. അങ്ങോട്ട് ഇറക്കുക കേട്ടോ. കൊടികുത്തിമലയിൽ ഓഫ് റോഡൊക്കെ ചെയ്യുന്നവർക്ക് അറിയാം ഈ സ്ഥലമൊക്കെ. ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. ഒരുപാട് പേര് നമ്മുടെ വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്യുന്നതാണ്. എന്തായാലും നമുക്ക് അവിടെ കൂടെ ഒന്ന് പോയി നോക്കാം. അവിടെ നിന്ന് താഴേക്കുള്ള വ്യൂ ഉണ്ടല്ലോ, അടിപൊളിയായിരിക്കും. അവൻ വണ്ടി കൊണ്ട് അങ്ങോട്ട് ഇറങ്ങി പോകുന്നുണ്ട് കേട്ടോ. ലൈറ്റ് ഇപ്പോൾ കുറച്ച് സൂര്യൻ്റെ അവിടെ ആയതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് ലൈറ്റിനൊക്കെ കുറച്ചൊരു പ്രശ്നം ഉണ്ടാകും. പക്ഷേ ഇവിടെ നിന്നുള്ള കാഴ്ച കണ്ടോ, അടിപൊളിയല്ലേ?
ഇവിടുന്ന് ഇങ്ങനെ ഐസഡ് ആയിട്ടുള്ള വളവാണ്. ഹെയർ പിന്ന് പോലെ താഴേക്ക് ഇറങ്ങി അവിടം വരെ പോകണം. കണ്ടില്ലേ, വൈഡിൽ ഇപ്പോൾ ഫുൾ വൈഡിലാണേ. ഇവിടുന്നുള്ള വ്യൂ ഉണ്ടോ? അതുപോലെ തന്നെ അപ്പുറത്തെ അങ്ങ് മലയിൽ അവിടെ ഒരു കോറിയൊക്കെ കാണാം. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. വാവ്, അടിപൊളിയാണേ. ഇതുണ്ട്, ഇവിടെയൊക്കെ ആൾക്കാർ വണ്ടിയൊക്കെ കൊണ്ടുവന്നിട്ടിട്ട് കറക്കുന്ന സ്ഥലം തോന്നുന്നു. ഇവിടെയൊക്കെ പാട് കാണാം. അടിപൊളി. ഇവിടെ വന്നിട്ടുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യട്ടെ നിങ്ങളുടെ അഭിപ്രായം. ഇവിടെ ഒരുപാട് ഇതുപോലത്തുള്ള വ്യൂ പോയിൻ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് അറിഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യും. നിങ്ങൾ വന്നിട്ടുള്ളവരൊക്കെ എന്തായാലും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ പറ. അടിപൊളി. നമുക്ക് എന്തായാലും കൊടികുത്തിമലയിൽ എന്തായാലും നമ്മളൊരു ക്യാമ്പ് ചെയ്യും. നമ്മളതിന് പറ്റിയ സ്ഥലങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു വ്യൂ പോയിൻറ്റിൻ്റെ വണ്ടി അവിടം വരെ വരും. അവിടം വരെ വന്നു കേട്ടോ. ഇതുണ്ടോ, വണ്ടി ഇരിക്കുന്ന തന്നെ എന്തായാലും പിന്നെ കുറേ കഷ്ടപ്പെട്ട് ഇവിടം വരെ എത്താൻ. ഇവിടെ നിന്നുള്ളൊരു വ്യൂ ഉണ്ടോ? അടിപൊളിയല്ലേ? നമുക്ക് താഴേക്കൊന്ന് ഇറങ്ങി നോക്കാം. അവൻ്റെ താഴെയുണ്ട്. താഴോട്ട് ഇറങ്ങിയാൽ കറക്റ്റ് അതിൻ്റെ വ്യൂ കിട്ടും. നോക്കി നോക്കാം നമുക്ക്. ഇതുണ്ടോ, അടിപൊളി അടിപൊളി വ്യൂ ആട്ടോ. അടിപൊളി കാറ്റാട്ടോ, അടിപൊളി. ഇതേ അവിടെ സൺസെറ്റ് റെഡി ആവുന്നുണ്ട്. പക്ഷെ ആ മലയിലോട്ട് നമുക്ക് പോകാൻ പറ്റില്ല. നമ്മൾ മുകളിൽ നിന്ന് കണ്ട വഴി അങ്ങനെ കയറിയിട്ട് ഈ മലേൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ അങ്ങോട്ടാണ് പോകുന്നത്. നമുക്ക് ആ ഭാഗത്തൊക്കെ വ്യൂ പോയിന്റ് ഉണ്ട്. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോകണം. 5 മണിയുണ്ട് ഞങ്ങൾ പെരുന്തൽമണ്ണയിൽ നിന്ന് പോരുന്നത്. ഇപ്പോൾ 6 മണിയായ സമയം. പെട്ടെന്ന് നമുക്ക് ഇതിന് മുകളിലൊക്കെ ഒന്ന് പോയിട്ട് കണ്ടിട്ട് പെട്ടെന്ന് തന്നെ ഇറങ്ങാം. നമ്മൾ എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് ഇവിടുത്തെ വീഡിയോ ചെയ്യും കേട്ടോ. പിന്നെ നമ്മൾ തിരിച്ച് പോകട്ടോ. തിരിച്ച് ഇറങ്ങുകയല്ല, നമ്മളിതിന് ടോപ്പിലേക്ക് കൂടെ ഒന്ന് കയറുകയാണ്. ഇവിടെയൊക്കെ നോക്കിയാൽ കുറേ നമ്മൾ വരുന്ന വഴിക്കൊക്കെ വീടുകൾ കണ്ടായിരുന്നു. അവിടെ ഓരോരോ ചെറിയ ചെറിയ വീട് കാണാം. ഇവിടെ ഉള്ള എന്ന് വെച്ചാൽ റബ്ബറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഉള്ള പണിക്കാരൊക്കെ താമസിക്കുന്ന സ്ഥലങ്ങളാണ്. കണ്ടല്ലേ, പൊളിയല്ലേ? നമുക്ക് എന്തായാലും അങ്ങോട്ടൂടെ ഒന്ന് ഇതിലേ ഇങ്ങനെ കയറി ഈ മലയെ കൂടെ ഇങ്ങനെ വേണം പോകാൻ. ഞാൻ കയറിയാൽ പോവോ? ഇല്ലല്ലോ. ആ ടയർ ഉള്ളത് കൂടെ മുട്ടയാക്കും. അതിലേ വാ. നമ്മൾ വീഡിയോ എടുക്കാനുള്ള കൊണ്ട് എപ്പോഴും ഞാൻ ബാക്കിൽ ഇരിക്കത്തേ ഉള്ളൂ. എവിടെ പോയാലും എനിക്ക് ട്രക്കിങ്ങാണ്. വണ്ടി ഓടിക്കുന്ന ആൾക്ക് ഓഫ് റോഡിങ്ങും, എനിക്ക് ട്രക്കിങ്ങും. അടിപൊളി സ്ഥലം കേട്ടോ. നല്ല മഞ്ഞും കോടയൊക്കെ ഉള്ള ടൈമാണെങ്കിൽ ഇത് മൊത്തം കോടയിൽ മൂടി കിടക്കുമായിരിക്കും. കൊടികുത്തിമല വരുന്നവരൊക്കെ അതിന് വേണ്ടിയിട്ടാണ് വരാറുള്ളത്. എന്താടാ, ഇവിടം വരെ വണ്ടി പോകണമെന്ന് പറഞ്ഞേ. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. എന്തേ അവിടെ സൂര്യനൊക്കെ അസ്തമയത്തിന് റെഡി ആയിക്കൊണ്ട് ഉണ്ടോ? ഇവിടെ ഈ പുല്ലൂടായപ്പോൾ നല്ല ഭംഗിയുണ്ട്. ഇതിനകത്തൂടെ വണ്ടിയൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. കയറണോ? അപ്പോൾ ഇത് ഇവിടം വരെ വണ്ടി വരുള്ളൂ നല്ല മുമ്പോട്ട് ഇത് ചെറിയ വഴിയാണ്. അപ്പം പിന്നെ നമുക്ക് നടക്കാം. ഇതൊക്കെ ഫുള്ളും മുള്ളാണ്. ഇതിനകത്തോടൊക്കെ വണ്ടി കൊണ്ടുവന്ന് ആകെ സീനാവും. കുറച്ച് കഷ്ടപ്പെട്ടെങ്കിലും നമ്മളിത് സൺസെറ്റ് കാണാൻ പറ്റുന്നൊരു സൈഡിലെത്തിയിട്ടുണ്ട്. അങ്ങോട്ട് നോക്കടാ, അടിപൊളി. ഇവിടെ ഫുള്ള് കാറ്റാട്ടോ. വാടാ
വ്യൂ പോയിന്റ് എത്തി. അങ്ങോട്ട് നോക്ക്, ഇവിടെ നോക്കണേ, സ്ഥലം കണ്ടോ, അടിപൊളി. ആ അതന്നെ, നമുക്ക് ഇങ്ങനൊരു സ്ഥലം ഇങ്ങനൊരു കാഴ്ചയും ഒരുക്കി തന്നത് നമ്മുടെ പെരിന്തൽമണ്ണയുള്ള ആദർശാണ്. ആദർശ് എന്നാട്ടോ പേര്. അങ്ങാടിപ്പുറമാണ് എൻ്റെ വീട്. അടിപൊളി. ഇവിടെ നിന്നൊരു വ്യൂ ഉണ്ടോ, വാവ്. ഇതൊക്കെയാണ് സൺസെറ്റ് എന്ന് പറഞ്ഞാൽ. എങ്ങനെയുണ്ട്? സൺസെറ്റ് കഴിഞ്ഞു. സൗണ്ട് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ എന്ന് അറിയത്തില്ല, ഭയങ്കര കാറ്റാണ്. സൺസെറ്റ് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ നിന്ന് ഇരുട്ടായി പോകും. നമ്മൾ കുറച്ച് ട്രക്ക് ചെയ്തിട്ടൊക്കെയാണ് ഇങ്ങോട്ട് കയറി വന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ഇരുട്ടുന്നതിന് മുമ്പ് തിരിച്ചിറങ്ങുകയാണ്. അപ്പോൾ കൊടികുത്തിമല എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ഒരുപാട് സ്പോട്ടുകളുണ്ട്, ഫോറസ്റ്റ് അല്ലാത്തതും ഫോറസ്റ്റിനകത്തും. അപ്പോൾ എന്തായാലും സ്ഥലം എങ്ങനെയുണ്ട്, മൊത്തത്തിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം. കൊടികുത്തിമലയിലെ മറ്റ് സ്പോട്ടുകളൊക്കെ അറിയാവുന്നവർ എന്തായാലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. അപ്പോൾ ശരി.